യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ഇനി എങ്ങനെ തയ്യാറെടുക്കണം? 15 മാർക്ക് വരുന്നത് പ്രിലിംസിൽ ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾ ഈ പ്രിലിംസിൽ ഇല്ലാത്ത പോർഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇവർക്ക് പഠിക്കാനായിട്ട് ക്ലാസ്സുകൾ കൊടുക്കും. നമ്മുടെ ഒരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ ആണ് ക്യുക്ക് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ക്യുക്ക് മൈൻഡ്. അപ്പൊ ഈ ക്യുക്ക് മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഞാൻ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിജയത്തിന് വേറെ മന്ത്രങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ഇനി എങ്ങനെ തയ്യാറെടുക്കണം? ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്രിലിംസിന്റെ റിസൾട്ട് വന്നു. 53,000-ലധികം വിദ്യാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ യൂസേഴ്സും എൻട്രി ആപ്പിൽ പഠിച്ച എൻട്രിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത നിരവധി വിദ്യാർത്ഥികളാണ് പ്രിലിംസ് പാസ്സായിട്ടുള്ളത്. അവരുടെ ഓരോരുത്തരുടെയും കമന്റുകൾ അങ്ങേയറ്റം സന്തോഷം തരുന്ന കമന്റുകളാണ്. യൂട്യൂബിലും നമ്മുടെ ആപ്പിലുമായിട്ടൊക്കെ നിരവധി വിദ്യാർത്ഥികൾ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്, മാർക്കുകളും പറയുന്നുണ്ട്. വളരെ സന്തോഷമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പ്രിലിംസിന്റെ റിസൾട്ടിൽ ചില വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്നു വരുമെന്ന് തന്നെ. പക്ഷെ ചില വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ ഇല്ല. അവർ കട്ട് ഓഫ് കടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ വേണ്ട തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല മെയിൻസിനായിട്ട്. ഈ വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ ആശങ്ക, ഇനി ഫെബ്രുവരി 7-ാം തീയതി നടക്കാൻ പോകുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് ഇനി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? ഒന്നും നോക്കിയിട്ടില്ല. എവിടുന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം, എങ്ങനെ മെയിൻസിൽ നല്ല മാർക്ക് മേടിച്ച് ജോലി നേടാൻ കഴിയും? ഇതാണ് പല വിദ്യാർത്ഥികളുടെയും ആശങ്ക. ആ ആശങ്ക നിങ്ങൾക്ക് മാറ്റിത്തരാൻ വേണ്ടിയിട്ടും എങ്ങനെ നിങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പഠിക്കണമെന്നും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ മാത്രമല്ല നിങ്ങളോടൊപ്പം ഉള്ളത്. എൻട്രി ആപ്പിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സർക്കാർ സർവീസിൽ എത്തിച്ച ഒരു മെൻഡർ, എൻട്രിയുടെ ഗോൾഡ് മെൻഡർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ മനസ്സറിഞ്ഞ് നിൽക്കുന്ന വിനി മാം ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വിനി മാം, സ്വാഗതം നമ്മുടെ സെഷനിലേക്ക്. അപ്പൊ കൂട്ടുകാർ, നമ്മൾ ഇന്നോട് പറയാൻ പോകുന്നത് വിനി മിസ് നമ്മുടെ വിനി മിസ്സിന്റെ നേതൃത്വത്തിലെ എൻട്രി ആപ്പിൽ നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന്റെ ഒരു 40 ഡേയ്സ് 40 ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ 40 ദിവസവും കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് അവരെ അവരുടെ സ്വപ്നത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് വിനി മിസ് ആ ഒരു ബാച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നിരവധി വിദ്യാർത്ഥികൾ, അല്ലേ ടീച്ചറെ? എത്രത്തോളം അത്യാവശ്യം നല്ല വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ലിമിറ്റഡ് സീറ്റ് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിനി മിസ് പറയുന്നത് കേട്ടിട്ട്, വിനി മിസ്സിന്റെ സ്റ്റഡി പ്ലാൻ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. വിനി മിസ്സിനെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ എൻട്രിയിൽ ജോലി നേടിയ പല വിദ്യാർത്ഥികളും നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവരുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്കാണ് വിനി മാം എന്നുള്ള സാധനം. അതായത് ഒരു ഫാമിലി മെമ്പറെ പോലെ, ഒരു സ്വന്തം അധ്യാപികയെ പോലെ കൂടെ തന്നെ നിന്നാണ് മിസ് അവരെ പരിശീലിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മാത്സ് ഒക്കെ അറിയാത്ത വിദ്യാർത്ഥികൾക്ക് കൂടെ നിന്ന് അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാം പഠിപ്പിച്ചു കൊടുക്കുകയും കൂടുതൽ എക്സാം അവരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത് വന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ താഴെ കമന്റുകൾ വരാൻ പോകുന്നത് വിനി മാം എന്ന് പറഞ്ഞ കമന്റ് വരാൻ പോകുന്നത്. അപ്പോൾ വിനി മിസ്സേ, വരാൻ പോകുന്ന ഒരു 40 ദിവസം അല്ലെങ്കിൽ 40-50 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസിന്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോകേണ്ടത്? വിനി മിസ് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഇതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്? സർ, നമ്മൾ ഈ 40 ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ ഒരു പ്രിലിംസ് കടക്കുമോ കടക്കത്തില്ലയോ, കാരണം ചില ഫേസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പോൾ കടക്കോ കടക്കത്തില്ലയോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരുന്നു. അതുകൊണ്ട് ഇനി പക്ഷെ അവർ കടന്നു. ഇനി എങ്ങനെ ഈ ഒരു 40 ദിവസം കൊണ്ട് എങ്ങനെ ഈ ഒരു മെയിൻസിന്റെ സിലബസിൽ കടക്കാൻ പറ്റും? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രിലിംസിൽ കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഇവർ എന്തായാലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നല്ലൊരു റിവിഷൻ അവർക്ക് കിട്ടണം. ആ ഒരു റിവിഷൻ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസോട് കൂടി ഉള്ള ഒരു റിവിഷൻ ആയിരിക്കണം അവിടെ വേണ്ടുന്നത്. ഒപ്പം നല്ല പ്രാക്ടീസ് വേണം. പിന്നെ പ്രിലിംസിൽ പഠിക്കാത്ത ഒരു 20% ഒരു പ്രിലിംസിൽ പഠിക്കാത്ത ഏരിയ ഉണ്ട്. അത് മാർക്ക് വെയിറ്റേജ് ഉള്ള ഏരിയ തന്നെയുമാണ്. ഒന്ന് 10 മാർക്കിന് വരുന്ന പൊതുജനാരോഗ്യം എന്ന് പറയും. പിന്നെ ആർട്സ്, കലാ, കായിക, സാഹിത്യ, സംസ്കാര മേഖല 5 മാർക്ക്. അങ്ങനെ ഒരു 15 മാർക്ക് വരുന്നത് പ്രിലിംസിൽ ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾ ഈ പ്രിലിംസിൽ ഇല്ലാത്ത പോർഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇവർക്ക് പഠിക്കാനായിട്ട് ക്ലാസ്സുകൾ കൊടുക്കും. പ്രിലിംസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് റിവിഷൻ ലൈവ് ക്ലാസ്സുകളും പ്രാക്ടീസ് ചെയ്യും. ഇപ്പം ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് മെയിൻസിന്റെ ബാച്ച് ഉണ്ട്. ഏകദേശം 600ഓളം ഉദ്യോഗാർത്ഥികളുള്ള ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഡെയിലി പഠിക്കാനുള്ള ക്ലാസ്സുകളുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടല്ലോ, അത് കൂടാതെ അവർക്കൊരു നമ്മുടെ ഒരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ ആണ് ക്യുക്ക് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ക്യുക്ക് മൈൻഡ്. അപ്പോൾ ഈ ക്യുക്ക് മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രാക്ടീസ് സെറ്റ് മാത്രമാണ്. ഇപ്പോൾ ഒരു ഡേ മാത്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. പിന്നെ 20 ക്വസ്റ്റ്യൻസിന്റെ എക്സാംസ് ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഇപ്പോൾ അറിയാം, ഡേ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ആണ്, ഡേ 2 വരുമ്പോൾ കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ അവർ തന്നെ നോക്കും ഇന്ന് പുതിയ എക്സാം ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. എന്നിട്ട് പിന്നെ ഇവർ ഉദ്യോഗാർത്ഥികൾ തന്നെ ഇപ്പോൾ ഡേ 1 എടുക്കുമ്പോൾ അതൊരു 20-25 പ്രാക്ടീസ് ഇട്ടുണ്ടോ, അവർ തന്നെ അവരത് പൂർത്തിയായത് എനിക്ക് അവർ അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ്, ഇത്
നമ്മളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പക്ഷെ ഇത് അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം. അപ്പൊ ഈ ഒരു 40 days റിവിഷനിൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നതും ഈ ഒരു 2 പ്ലാൻ തന്നെ കൊടുക്കും. ഒന്ന് ഈ ക്വിക്ക് മൈൻഡ് പ്ലാൻ കൊടുക്കും, അത് ഓൺലി ഫോർ പ്രാക്ടീസ്. സാർ നമ്മൾ ഈ 2 മെത്തേഡ് ഇവിടെ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്കിംഗ് കാൻഡിഡേറ്റ്സ്, വീട്ടമ്മമാർ. അപ്പൊ ഇവർക്ക് ഈ ലൈവ് ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതി പോകാനുള്ള സമയം ഇല്ല. അതാണ് ഏറ്റവും നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യം. അപ്പൊ ഞങ്ങൾ എങ്ങനെ പഠിക്കും? അപ്പോൾ ക്ലാസ്സുകൾ കണ്ടുപഠിക്കുന്നവർ അങ്ങനെ പഠിച്ചോട്ടെ. ഇനി അതിന് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് സെഷൻ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് പറയും, എപ്പോഴും ഫോൺ കയ്യിലുണ്ട് അല്ലെ, ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെ എന്തെങ്കിലും ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ നേരെ നമ്മുടെ ക്വിക്ക് മൈൻഡിലേക്ക് വരൂ. ഞാൻ 20 ക്വസ്റ്റ്യൻസ് 20 അല്ലെങ്കിൽ 30ക്ക് മുകളിലേക്ക് പോകത്തില്ല. ചെറിയ ചെറിയ എക്സാംസ് ആകുമ്പോൾ ഇവർക്കും ചെയ്യാൻ ഒരു താല്പര്യമാണ്. 100 മാർക്കിൻ്റെതിനെക്കാട്ടിൽ ചെറിയ ചെറിയ എക്സാംസ് ആകുമ്പോൾ. അതേപോലെ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്ക്, ഇപ്പൊ ഇന്ത്യൻ നവോത്ഥാന നായകന്മാര്, അല്ലെങ്കിൽ 1857 റിവോൾട്ട്, INC, നമ്മുടെ സുജയ് സാർ 30 ഹോട്ട് ടോപ്പിക്കുകൾ, അതേപോലെ സുജയ് സാർ ബ്ലൂ പ്രിന്റ് തരും. അപ്പൊ ഈ സുജയ് സാർ പറയുന്ന ഈ ടോപ്പിക്കുകളെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പരീക്ഷകൾ കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയുടെ ചോദ്യ പേപ്പറുകളാണ്. അപ്പൊ ഇപ്പൊ എന്റെ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ തന്നെ ഞാൻ അവർക്ക് ഈ 2023 നടന്ന വേരിയസ് LGSന്റെ 2 പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ സെറ്റ് 200 ക്വസ്റ്റ്യൻസ് പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞു. നാളെ അവർക്ക് ഞാൻ അതിൽ നിന്ന് 100 മാർക്കിന്റെ പരീക്ഷ ഇടും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റർ എന്ത് കാര്യങ്ങൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ് സാർ. കാരണം ഇപ്പൊ 4 years ആയിട്ടുണ്ട് ഈ ഒരു മെന്റർ റോളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ 2021 LDC ആണ്. ആദ്യം ഇപ്പോൾ കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ജില്ലകളിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നപ്പോൾ നമ്മുടെ SI ആണെങ്കിലും അതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പൊ പല ജില്ലകളിലും SIമാരുണ്ട്. ഇപ്പൊ അവര് തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു SI പറഞ്ഞതാണ്, ഇപ്പൊ എന്താണ് പറയുക, ഏറ്റവും കൂടുതൽ ഹോൾഡ് ഉള്ള മെന്റർ തന്നെയായിരിക്കുന്നത്. കാരണം അതെ കാരണം ഏത് ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാലും എൻട്രിയിൽ ഒരു സ്റ്റുഡന്റ് അല്ല എൻട്രി ഗോൾഡ് ബാച്ച് ഉണ്ടാവും. അതേപോലെ SI അതേപോലെ ഏകദേശം 39 പേര്, 104 അഡ്വൈസ് വന്നതിൽ 39 പേര് നമ്മുടെ ഗോൾഡിലുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാക്ടീസ് കൊടുക്കും. അപ്പൊ സാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ സാർ പറഞ്ഞിരുന്നല്ലോ, LGSന്റെ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻട്രിയിലേക്ക് വരുന്നവർ എൻട്രി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഫ്രീ മോഡൽ എക്സാംസ് കൊടുക്കുമ്പോൾ അവരത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഞാൻ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിന് വേറെ മന്ത്രങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് മാത്രമാണ് ഉള്ളത്. അപ്പം അത് ഏറ്റവും ഫലവത്തായ രീതിയിൽ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. വർക്ക് ചെയ്യുന്നത് അവർ തന്നെയാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സബ്ജക്റ്റിൽ അവൻ തീരെ വീക്കാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ടീച്ചർ എന്താണ് അവിടെ ചെയ്യുന്നത്? ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ അവർക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് കണക്കിന്റെ കാര്യം തന്നെയാണ്. അവർക്ക് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ സെറ്റ് മാത്രമേ അവർക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കും. ഇപ്പോൾ വിശാഖ് സാറിന്റെ ക്ലാസ്സുകൾ, ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടുപിടി. പിന്നെ അവരോട് ഞാൻ പറയും, കുറഞ്ഞതൊരു 3 തവണയെങ്കിലും കാണുക എന്ന് പറയും. ഒറ്റ തവണ കണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്യല്ല. മിനിമം ഒരു 3 തവണയെങ്കിലും ക്ലാസ്സുകൾ കണ്ടു പഠിക്കാൻ പറയും. ഇനിയും അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ PSCയുടെ ചോദ്യ പേപ്പറുകളുടെ വർക്കൗട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം അത് ചെയ്യുന്ന റെപ്പിറ്റേഷനാണ് സാറേ. ചോദ്യ രീതി മാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ടാണ്. അതും നമ്മൾ പിന്നെ ഈ ഒരു ഗോൾഡ് ബാച്ചിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഈ വീക്കായിട്ടുള്ളവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഇപ്പം LDCയുടെ ബാച്ച് ഉണ്ട്. അപ്പോൾ അതിലൊരു ഉദ്യോഗാർത്ഥി പറഞ്ഞതാണ്, ഞാൻ 10,000 രൂപ കൊടുത്ത് ഗോൾഡിലേക്ക് ചേർന്നു മിസ്, എനിക്ക് പക്ഷെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ബേസിക് കാൽക്കുലേഷൻസ് പോലും ഗുണിക്കാനോ ഹരിക്കാനോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ കൊടുക്കും. പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ ഏതറ്റം വരെ പഠിപ്പിക്കാൻ നമ്മൾ സപ്പോർട്ടാണ് കേട്ടോ. വേറെന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ട്? നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ ഈ കാര്യങ്ങളിലൂടെ ഈ ഒരു 40 ഡേയ്സിന്റെ കാര്യം തന്നെ പറയാം സാറേ. നമ്മുടെ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 year കോഴ്സ് ഉണ്ട്. നമ്മളൊരു 6 months എക്സാം ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ലാസ്റ്റ് വരുന്ന ഈ 40 days എല്ലാവരും നമ്മൾ ഒരേപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഒരു വർഷക്കാരനെ നമുക്ക് പെതുക്കെ പഠിപ്പിച്ചുകൊണ്ട് പോകാം. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ഈ 40 ദിവസക്കാരൻ അവർ കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് മാർഗാക്കി മാറ്റാൻ പറ്റും.
പറ്റണം. അപ്പോൾ അതിന് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു ടീം തന്നെയുണ്ട്, അതൊരു ടീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ് കൊടുക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയാനാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി 5 മാർക്കാണുള്ളത്. പക്ഷേ പ്രിലിംസിന്റെ സിലബസ് അത് തന്നെയാണ് മെയിൻസിന്റെ സിലബസ്. പക്ഷേ പ്രിലിംസിൽ 10 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ മാർക്ക് കുറഞ്ഞു, പക്ഷേ സിലബസിൽ കുറവില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അത്രയും സമയം കൊടുക്കേണ്ടെന്ന കാര്യമില്ല. അപ്പോൾ അവിടെ നമ്മളെന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന PhDയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുകൊണ്ട് വരാവുന്ന, അതായത് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഏരിയസ്, അതാണ് ടീച്ചേഴ്സ് ലൈവ് എടുക്കുന്നത്. നമ്മളതെല്ലാം ടീച്ചേഴ്സിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ടീം തന്നെ നമുക്ക് ഗോൾഡിൽ ലൈവ് എടുക്കാൻ തന്നെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മാർക്കിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പ്രധാനമായിട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റേജ് അനുസരിച്ച് അവർക്ക് പ്രാക്ടീസ് കൊടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ. ഓക്കെ, ഫൈൻ. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ, അപ്പോൾ എന്തായാലും വിനി മാം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി LGSന് നമ്മൾ മാക്സിമം വിജയം കൊണ്ടുവരിക, നിരവധി വിദ്യാർത്ഥികളെ സർവീസിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തോടുകൂടി തന്നെ ടീച്ചറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് വിനി മാം വിദ്യാർത്ഥികളെ ഈ ഒരു ബാച്ചിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ, വളരെ കുറഞ്ഞ ഇതോട് മാത്രം അഡ്മിഷൻ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ താഴെ കാണുന്ന നമ്പറിലോ ഗൂഗിൾ ഫോമിലോ ഫില്ല് ചെയ്തുകൊണ്ട് മാമിൻ്റെ വരാനിരിക്കുന്ന 40 ദിവസത്തെ യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടീച്ചറെ, അപ്പോൾ നമ്മൾ എന്തായാലും തുടങ്ങാല്ലേ? ടീച്ചർ ഇന്നല്ലേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോളൂ. കാരണം നമ്മളിവിടെ 40 ദിവസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് ചേരുക മാത്രമല്ല, നിങ്ങൾ അവിടെ സമയം കൂടെ കൊടുക്കണം. പഠിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റാങ്ക് മേടിപ്പിക്കാൻ നമ്മൾ റെഡിയാണ്. അവിടെ ടീച്ചർ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ എൻട്രി ആപ്പ് നോർമൽ കോഴ്സിൽ കയറുന്നവരാണെങ്കിലും ഈ ഗോൾഡിലേക്ക് വരുന്നവരാണെങ്കിലും ചിലരൊക്കെ പൈസ അടയ്ക്കും, പക്ഷെ അവർ എന്ത് ചെയ്തില്ല, അവർ സമയം കൊടുക്കാൻ അവരില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തന്നെ നഷ്ടമല്ലേ? ഒരു വലിയ പൈസ അടച്ചിട്ട് പഠിക്കുന്നില്ല, നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾക്ക് സമയം കളയാനില്ല, സമയം കൊടുക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ വളരെ നഷ്ടമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരിക എന്നുള്ളതാണ്. നിങ്ങൾ പൈസ അടച്ചാൽ ഒരു 5000 അല്ലെങ്കിൽ 3000 4000 ഒക്കെ അടച്ചാൽ നിങ്ങൾ അവിടെ ഫുൾ എനിക്കിത് എൻ്റെ പൈസയാണിത്, എനിക്കപ്പോൾ യൂട്ടിലൈസ് ആണ്, അല്ലെങ്കിൽ എനിക്കിത് ഉപയോഗപ്പെടുത്തണമെന്ന മൈൻഡോട് കൂടി നിങ്ങളിങ്ങോട്ട് കയറുക. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ എൻട്രിയെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, ചൂഷണം ചെയ്യുക. എൻട്രി ആപ്പിലുള്ള മാക്സിമം കണ്ടന്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പാണ് നിങ്ങൾ അടുത്ത ഈ വരുന്ന സർക്കാർ സർവീസിൽ ഉണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ ടീച്ചറെ, കുട്ടികൾക്ക് എന്തായാലും ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്, ഗോൾഡ് ബാച്ച് എന്താണെന്ന് ചെയ്യാനായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗോൾഡ് ബാച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാം ഇവിടെ പറഞ്ഞിട്ടില്ല, ടീച്ചറുടെ ഒരു പ്ലാനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിവേ എന്തായാലും വിനി മാമിൻ്റെ അടുത്ത കുറേ വിദ്യാർത്ഥികൾ സർവീസിലാണ്, വിനി മാമിൻ്റെ വിദ്യാർത്ഥികൾ. അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSലും ഓരോ യൂണിവേഴ്സിറ്റികളിലും LGS ആയിട്ട് വിനി മാമിന്റെ കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പറയാം. മറക്കണ്ട, ടീച്ചറുടെ ബാച്ച് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്തോ. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.